എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 31 മുതൽ 37 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. എല്ലാ ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. ഇവിടെ ബ്രഹ്മാവ് വാൽമീകിയെ കാണാൻ വന്നു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. എന്തൊക്കെയാണ് ബ്രഹ്മാവ് വാൽമീകിയോട് പറയണത് എന്നുള്ളതാണ് പറയാൻ പോണത്. വളരെ ലളിതമായിട്ടുള്ള ഒരു ചെറിയ ഉപദേശം, അത്ര മാത്രമേ ഉള്ളൂ. ആദ്യം 31-ാമത്തെ ശ്ലോകം നോക്കാം. ശ്ലോക ഏവാസ്ത്വയം ബദ്ധോ നാത്ര കാര്യാ വിചാരണ മച്ഛന്ദാ ദേവതേ ബ്രഹ്മൻ പ്രവൃത്തേയം സരസ്വതി. ബ്രഹ്മാവ് വാൽമീകിയോട് പറയാണ്, അല്ലയോ മഹാമുനെ, ഹേ ബ്രഹ്മൻ, അങ്ങ് എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചത്. അതാണ് ഹേ ബ്രഹ്മൻ മച്ഛന്ദാദേവ തേ സരസ്വതി പ്രവൃത്ത, ഇയം സരസ്വതി പ്രവൃത്ത. മച്ഛന്ദാദേവ, എൻ്റെ ഛന്ദം, സ്വച്ഛന്തം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെയാണ് ഇയം സരസ്വതി, എൻ്റെ പത്നിയായിട്ടുള്ള സരസ്വതി, വാക്കന്യാണല്ലോ സരസ്വതി. സരസ്വതി ദേവി അങ്ങയിൽ പ്രവർത്തിച്ചത് എന്നോട് പറഞ്ഞിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ സമ്മതം വാങ്ങിയിട്ട് തന്നെയാണ്. ആ സമ്മതം ഏത് രൂപത്തിലാണ് അങ്ങയുടെ നാവിൻ തുമ്പത്ത് വന്ന് വിളങ്ങിയത്? അതാണ് ശ്ലോക ഏവസ്തു അയം ബദ്ധോ നാത്ര കാര്യ വിചാരണ. എൻ്റെ അനുഗ്രഹത്തോടു കൂടി വന്ന് സരസ്വതി ദേവി അങ്ങയുടെ നാവിൽ വന്ന് വിളങ്ങി. അതാണൊരു ശ്ലോകമായിട്ട് പുറത്തേക്ക് വന്നത്. ശ്ലോക ഏവ തു അയം ബദ്ധ. അങ്ങനെ സരസ്വതി എൻ്റെ അനുവാദത്തോടു കൂടി വന്നിട്ട് അങ്ങയുടെ നാവിൽ ഒരു ശ്ലോകമായിട്ട് വിളങ്ങുകയും ചെയ്തു. അത്ര കാര്യ എന്ന വിചാരണ, അതിനെപ്പറ്റി ഇനി അങ്ങ് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. അതായത് ഈ വാക്ക് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എന്താണ് ഇപ്പോൾ അവിടെ ഉണ്ടായത്, അധാർമികമായിട്ടുള്ള പ്രവൃത്തിയല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി ആലോചിക്കേണ്ട. അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി ശ്രീരാമൻ്റെ കഥ രചിക്കേ വേണ്ടൂ. സരസ്വതി ഇത്തരത്തിലുള്ള ഒരു 32 അക്ഷരമുള്ളതായ 4 വരികളോട് കൂടിയതായ വരികൾ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളതൊന്നും, അതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ ഇനി ആലോചിക്കേണ്ട. അത് ബ്രഹ്മാവ് അനുഗ്രഹിച്ചിട്ട് വാഗ്ദേവിയായിട്ടുള്ള സരസ്വതി വാൽമീകിയുടെ നാവിൽ വന്ന് അധിവസിച്ചതാണ്. അങ്ങനെയാണ് ഈ ഛന്ദോബദ്ധമായിട്ടുള്ള കവിത പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് അവിടെ അനുഗ്രഹിച്ചത്, വാഗ്ദേവി അങ്ങനെ തന്നെയാണ് വന്നത്. അതിനെപ്പറ്റി കൂടുതലൊന്നും വിചാരിക്കേണ്ട. ഇനി അടുത്തതായിട്ട് അങ്ങ് ചെയ്യേണ്ടത് എന്താണ്? രാമസ്യ ചരിതം കൃത്സ്നം, അതാണ് 32-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. രാമസ്യ ചരിതം കൃത്സ്നം കുരു ത്വം ഋഷി സത്തമ ധർമാത്മനോ ഭഗവതോ ലോകേ രാമസ്യ ധീമത. അങ്ങ് എന്ത് ചെയ്യണം? ഇനി രാമൻ്റെ കഥ വിസ്തരിച്ച് പറയണം. ആ രാമകഥയുടെ തുടക്കം എന്നുള്ള രീതിയിലാണല്ലോ ഈ മാനിഷാദ എന്നുള്ള വരികൾ കിടക്കുന്നത്. അതിനെ തുടർന്ന് വളരെ ഭംഗിയായിട്ട് ശ്രീരാമൻ്റെ കഥ വർണ്ണിക്കൂ. രാമസ്യ ചരിതം കൃത്സ്നം കുരു ത്വം ഋഷിസത്തമ. ഹേ ഋഷിസത്തമ, ത്വം രാമസ്യ കൃത്സ്നം ചരിതം കുരു. അല്ലയോ മഹാമുനെ, അങ്ങ് രാമൻ്റെ മുഴുവനുമായിട്ടുള്ള കഥ, അതായത് തുടക്കം മുതൽ അവസാനം വരെയുള്ളതായ പ്രവൃത്തികൾ എന്തായിരുന്നു എന്നുള്ളത് വിസ്തരിച്ചു പറയൂ. ആ രാമൻ എങ്ങനെയുള്ള ആളാണ്? ധർമാത്മന ഭഗവതോ ലോകേ രാമസ്യ ധീമത. ലോകേ, ഈ ലോകത്തിൽ തന്നെ, ലോകത്തിൻ്റെ തന്നെ നാഥനായിട്ടുള്ള ഭഗവതോ ധർമാത്മന ധീമത രാമസ്യ. ഭഗവാൻ ശ്രീരാമൻ്റെ വളരെ ബുദ്ധിമാനായ, ധീമാനായിട്ടുള്ള, ധർമ്മം മാത്രം ചെയ്യാൻ അടിയുറച്ച് വിശ്വസിക്കുന്നവനായ താദൃശസ്യ രാമസ്യ കഥാം അഥവാ ചരിതം കൃത്സ്നം കുരു, പൂർണ്ണമായിട്ട് എഴുതിയുണ്ടാക്കൂ. അതായത് ജനനം മുതൽ ശ്രീരാമൻ തൻ്റെ ജീവിതം എന്നാണോ അവസാനിപ്പിച്ചത് അതുവരെയുള്ള കഥ പരിപൂർണമായിട്ട്, അല്ലയോ മഹാമുനെ, അങ്ങ് എഴുതിയുണ്ടാക്കൂ എന്നാണ് ഇവിടെ പറയണത്. അതെങ്ങനെയുള്ളതാണ്? 33-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്. വൃത്തം കഥയ ധീരസ്യ യഥാ തേ നാരദാശ്രുതം രഹസ്യം ച പ്രകാശം ച യദ്വൃത്തം തസ്യ ധീമത. അങ്ങ് എങ്ങനെയാണോ നാരദൻ്റെ അടുത്ത് നിന്ന് കേട്ടത്, നാരദൻ ചുരുക്കി ശ്രീരാമൻ്റെ കഥ ആദ്യം എന്തോന്ന് പറഞ്ഞു തന്നുല്ലോ,
ആ കഥയാണ് പറയേണ്ടത്. അതാണ് വൃത്തം കഥയ ധീരസ്യ, ധീരസ്യ രാമസ്യ വൃത്തം ജീവചരിതം കഥയ, പറയൂ, ശ്രീരാമൻ്റെ കഥ പറയൂ. എങ്ങനെ? യഥാ തേ നാരദാത് ശ്രുതം, നാരദനിൽ നിന്ന് എങ്ങനെയാണോ കഥ കേട്ടത് അതേപോലെ മാറ്റങ്ങളൊന്നുമില്ലാതെ വർണ്ണനയോട് കൂടിയിട്ട് ശ്രീരാമൻ്റെ കഥ വർണ്ണിക്കൂ, ശ്രീരാമൻ്റെ കഥ എഴുതൂ. യഥാ എപ്രകാരമാണോ തേ അങ്ങ് നാരദാത് ശ്രുതം അങ്ങയ്ക്ക് നാരദനിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത് താദൃശം അപ്രകാരം ധീരസ്യ വൃത്തം കഥയ ശ്രീരാമൻ്റെ കഥ എഴുതൂ, പറയൂ. അതെങ്ങനെയുള്ളതൊക്കെ ആവാം? രഹസ്യം ച പ്രകാശം ച യദ്വൃത്തം തസ്യ ധീമതഃ, തസ്യ ധീമത യദ് വൃത്തം, ആ ധീമാൻ്റെ ആ ബുദ്ധിമാനായിട്ടുള്ള ശ്രീരാമൻ്റെ രഹസ്യം പ്രകാശം ച യദ്വൃത്തം, രഹസ്യമായിട്ടുള്ള ചില കഥാംശങ്ങളുണ്ടാവാം, പ്രകാശമായിട്ടുള്ള ചില കഥാംശങ്ങളുണ്ടാവാം. അതായത് എല്ലാവർക്കും അറിയണ ചില ഭാഗങ്ങളുണ്ടാവും, ആർക്കും അറിയാത്ത ചില ഭാഗങ്ങളുണ്ടാവും. അതെല്ലാം തന്നെ അങ്ങ് ലോകത്തിനായിക്കൊണ്ട് എഴുതി വയ്ക്കണം. അതാണ് അങ്ങനെയൊക്കെയുള്ളതായ ശ്രീരാമൻ്റെ കഥ നാരദനിൽ നിന്ന് എങ്ങനെയാണോ കേട്ടത് അതേപോലെ അങ്ങ് വർണ്ണിച്ചെഴുതുക. അതാണ് പറഞ്ഞത്. അടുത്തത് 34-ാമത്തെ ശ്ലോകം എന്താണ് പറയണതെന്ന് നോക്കാം. രാമസ്യ സഹ സൗമിത്രേ രാക്ഷസാനാം ച സർവശ വൈദേഹ്യാശ്ചൈവ യദ്വൃത്തം പ്രകാശം യദിവാരഃ. ആരുടെ കഥകളൊക്കെ കൂടി പറയണം? രാമസ്യ സഹ സൗമിത്രേ, രാമൻ്റെ കൂടെ തന്നെ സൗമിത്രിയുടെ കഥ. സൗമിത്രി സുമിത്രായാഹ പത്യം പുമാൻ സൗമിത്രി, അതായത് ലക്ഷ്മണൻ, ലക്ഷ്മണൻ്റെ കഥയും പറയണം. രാമൻ്റെ കഥ പറയണതിൻ്റെ ഒപ്പം തന്നെ ലക്ഷ്മണൻ്റെ കഥയും പറഞ്ഞോളൂ. മാത്രമല്ല സർവശ രാക്ഷസാനാം ച, സകല രാക്ഷസന്മാരുടെയും കഥ പറയണം. ശ്രീരാമനുമായിട്ട് ഏറ്റുമുട്ടിയ രാക്ഷസന്മാർ, അവരുടെ കഥകൾ, അവരുടെ ബന്ധുക്കൾ, അങ്ങനെയുള്ള എല്ലാവരുടെയും കഥ പറയണം. അതുപോലെ സുമിത്രാത്മജനായിട്ടുള്ള ലക്ഷ്മണൻ്റെ കഥ പറയണം. അങ്ങനെ രാമൻ്റെ കഥ പറയുക എന്ന് പറയുമ്പോൾ കേവലം രാമൻ്റെ മാത്രമായിട്ട് കഥ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാക്ഷസന്മാരുടെ കഥയുണ്ട്, ലക്ഷ്മണൻ്റെ കഥയുണ്ട്, അതോടൊപ്പം തന്നെ വൈദേഹ്യാശ്ചൈവ യദ്വൃത്തം പ്രകാശം യദിവാരഃ. ഇനി അതുപോലെ തന്നെ വൈദേഹി സീത, വിദേഹത്തിൻ്റെ പുത്രി വൈദേഹി, വൈദേഹിയുടെ കഥയും അതെങ്ങനെയുള്ളതാണ്? വൃത്തം എന്ന് പറഞ്ഞാൽ കഥ, പ്രകാശം യദിവാരഃ, എല്ലാവർക്കും അറിയാവുന്ന കഥയുണ്ടാവും, സീതയെപ്പറ്റി ആർക്കും ഒന്നും അറിയാത്ത ചില ഭാഗങ്ങളുണ്ടാവും. അതെല്ലാം തന്നെ അങ്ങ് വളരെ വിസ്തരിച്ച് രാമായണം എന്ന പേരിൽ എഴുതേണ്ടതാണ് എന്നാണ് ബ്രഹ്മാവ് വാൽമീകിയെ അനുഗ്രഹിക്കുന്നത്. എന്നിട്ടോ 35-ാമത്തെ ശ്ലോകം നോക്കൂ. തച്ചാപ്യവിദിതം സർവം വിദിതം തേ ഭവിഷ്യതി ന തേ വാഗനൃതാ കാവ്യേ കാചിദത്ര ഭവിഷ്യതി. തച്ച അഭി അവിദിതം സർവം വിദിതം തേ ഭവിഷ്യതി. അങ്ങ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ആർക്കും അറിയാത്ത കഥ ഞാൻ എങ്ങനെ എഴുതും, എങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക? നാരദനാണെങ്കിൽ അത് ചുരുക്കിയേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ശ്രീരാമൻ്റെ കഥ വിസ്തരിച്ചെഴുതണമെങ്കിൽ ചില ഭാഗങ്ങളൊന്നും കേട്ടിട്ടില്ല, അതെങ്ങനെ എഴുതും എന്ന് ആശങ്കയുണ്ടെങ്കിൽ അനുഗ്രഹിച്ചുകൊണ്ട് പറയാണ്. തച്ച അഭി അവിദിതം സർവം, മനസ്സിലാവാത്ത പലതുമുണ്ട് എങ്കിൽ പോലും അതെല്ലാം തന്നെ വിദിതം ഭവിഷ്യതി, അങ്ങക്ക് എല്ലാം അറിയുന്നതായി തീരും. കഥ എഴുതാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ വർണ്ണിക്കണം എന്നുള്ള തോന്നലുണ്ടാവും, അതിനനുസരിച്ച് വർണ്ണിച്ചാൽ മതി. അപ്പോൾ അവിദിതമായിട്ടുള്ള നടന്നിട്ടുള്ളതായ കഥകളൊക്കെ അതോടുകൂടി എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അത് വാൽമീകിക്ക് തൻ്റെ പ്രതിഭ കൊണ്ട് അല്ലെങ്കിൽ ഭഗവത് അനുഗ്രഹം കൊണ്ട് ഉള്ളിൽ തോന്നുകയും ചെയ്യും. അത് കാവ്യരൂപേണ വർണ്ണിച്ചാൽ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. അതാണ് തച്ച അഭി അവിദിതം സർവം തേ വിദിതം ഭവിഷ്യതി. മാത്രമല്ല അങ്ങ് പറയണത് വെറുതെ കൂട്ടി പറയാണോ, അങ്ങക്ക് തോന്നിയത് കൂട്ടിച്ചേർത്ത് പറയാണോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ടാവാം. പക്ഷെ അതൊന്നും ഒരിക്കലും അങ്ങനെയല്ല. തേ വാഗ് അനൃതാ ന, അങ്ങയുടെ വാക്ക് ഒരിക്കലും കളവായി തീരുകയില്ല. അനൃത, ഋതം എന്ന് പറഞ്ഞാൽ സത്യം, അനൃതം എന്ന് പറഞ്ഞാൽ അസത്യം. ന അനൃത എന്ന് പറഞ്ഞാൽ അസത്യമാവുകയില്ല, അങ്ങയുടെ വാക്കുകൾ എപ്പോഴും സത്യമായി തീരുകയും ചെയ്യും. കാവ്യേ കാചിതത്ര ഭവിഷ്യതി, അങ്ങയുടെ വാക്കുകൾ കാവ്യത്തിൽ ഒരിക്കലും അസത്യമായിട്ട് ഇല്ലാത്തത് പറയണതായിട്ട് വരികയുമില്ല. എല്ലാം വളരെ സത്യമായിട്ട് നടന്നതായ കാര്യങ്ങൾ മാത്രം അങ്ങയ്ക്ക് അതത് സമയങ്ങളിൽ തോന്നുകയും ചെയ്യും, അതുപോലെ വർണ്ണിക്കാനും സാധിക്കും എന്നാണ് ഇവിടെ ബ്രഹ്മാവ് വാൽമീകിയെ അനുഗ്രഹിക്കുന്നത്. അതാണ് പറയണത്.
കാവ്യേ കാചിത്, കാവ്യത്തിൽ ഒരിടത്ത് പോലും തേ വാഗ് അനൃത ന ഭവിഷ്യതി, അങ്ങയുടെ വാക്ക് നുണയായിട്ട് കളവായിട്ട് ഭവിക്കുകയുമില്ല എന്ന് അനുഗ്രഹിച്ചു. ഒരിക്കൽ കൂടി ബ്രഹ്മാവ് അനുഗ്രഹിക്കുകയാണ്. കുരു രാമകഥാം പുണ്യാം ശ്ലോകബദ്ധാം മനോരമാം യാവത് സ്ഥാസ്യന്തി ഗിരയഃ സരിതശ്ച മഹീതലേ താവദ് രാമായണ കഥാ ലോകേഷു പ്രചരിഷ്യതി യാവദ് രാമസ്യ ച കഥാ ത്വത്കൃതാ പ്രചരിഷ്യതി താവദൂർധ്വമധശ്ച ത്വം മല്ലോകേഷു നിവത്സ്യസി. അതാണ് 36ഉം 37ഉം ശ്ലോകങ്ങൾ കൂട്ടിയാണ് ഇവിടെ അർത്ഥം പറയാൻ പറ്റുള്ളൂ. പറയാണ് ബ്രഹ്മാവ് പറയാണ്, രാമകഥാം പുണ്യാം ശ്ലോകബദ്ധാം മനോരമാം കുരു. രാമകഥയെ, എങ്ങനെയുള്ളതാണ് രാമകഥ? പുണ്യമായിട്ടുള്ളത്, ശ്ലോകത്തിൽ ഉപനിബന്ധിപ്പിച്ചത്, എല്ലാ ജനങ്ങളുടെയും മനസ്സിനെ രമിപ്പിക്കുന്നതുമായ രാമകഥാം കുരു. രാമൻ്റെ കഥയെ പറയൂ, രാമകഥ വർണ്ണിക്കൂ. ആ രാമകഥ എത്ര കാലം ഇവിടെ നിലനിൽക്കും എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. യാവത് സ്ഥാസ്യന്തി ഗിരയഃ സരിതശ്ച മഹീതലേ, യാവത് മഹീതലേ സരിത ഗിരയശ്ച സ്ഥാസ്യന്തി, എത്ര കാലമാണോ ഈ ഭൂമുഖത്ത് ഗിരികൾ, ഗിരയഃ സരിതശ്ച അങ്ങനെയാണ് പറയേണ്ടത്, പർവ്വതങ്ങളും നദികളും ഉണ്ടാവുക. യാവത് മഹീതലേ ഗിരയഃ സരിതശ്ച സ്ഥാസ്യന്തി താവത്, അത്രയും കാലം ലോകേഷു രാമായണ കഥ പ്രചരിഷ്യതി, ഈ ലോകത്തെമ്പാടും തന്നെ രാമായണ കഥ ചരിക്കുകയും ചെയ്യും, സഞ്ചരിക്കുകയും ചെയ്യും. അത് വ്യാപിക്കും, എല്ലാവർക്കും പഠിക്കാൻ പറ്റും, എല്ലാവർക്കും അത് അറിയാൻ സാധിക്കുമെന്നർത്ഥം. അതായത് പർവ്വതങ്ങളും നദികളും എന്നാ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാവുക, ഭൂമിയുടെ നാശം വരുമ്പോഴേ അത് ഇല്ലാതെയാവുള്ളൂ. അത്രയും കാലം വരെ രാമായണ കഥ ഈ ലോകത്തിങ്ങനെ ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും എന്ന ഒരനുഗ്രഹം കൂടിയാണത്. രാമായണ കഥയ്ക്ക് നാശമില്ല എന്നുള്ള ഒരനുഗ്രഹം ബ്രഹ്മാവ് കൊടുക്കുകയാണ്. മാത്രമല്ല, ഈ രാമൻ്റെ കഥ എഴുതിയ വാൽമീകിയോ, അതാണ് യാവദ് രാമസ്യ ച കഥ ത്വത്കൃതാ പ്രചരിഷ്യതി താവദൂർധ്വമധശ്ച ത്വം മല്ലോകേഷു നിവത്സ്യസി. എത്ര കാലം, അപ്പോൾ ഈ ഭൂമുഖത്തെ എത്ര കാലം പർവ്വതങ്ങളും അതുപോലെ നദികളുമുണ്ടോ അത്രയും കാലം രാമായണം പ്രചരിക്കും. ഇനി എത്ര കാലം രാമായണം, രാമസ്യ കഥ ത്വത്കൃത രാമസ്യ കഥ യാവത് പ്രചരിഷ്യതി, എത്ര കാലം ഈ രാമൻ്റെ കഥ ലോകത്ത് പ്രചരിക്കുമോ താവത്, അതേവരെ അക്കാലം അത്രയും ത്വം അങ്ങ് ഊർധ്വമധശ്ച മല്ലോകേഷു നിവത്സ്യസി, ഊർധ്വം അധശ്ച മുകളിലും താഴെയുമായിട്ട് എൻ്റെ ലോകങ്ങളിൽ, അതായത് ബ്രഹ്മാവായിട്ട് സൃഷ്ടിച്ച താഴെ മുകളിലൊക്കെ ഉള്ള ധാരാളം ലോകങ്ങളുണ്ടല്ലോ, താഴേക്കും മുകളിലേക്കും കൂടിയിട്ട് ഏതാണ്ട് 14 ലോകങ്ങളുണ്ടെന്നാണ് പറയണത്. ആ ലോകങ്ങളിലൊക്കെ സുഖസുന്ദരമായിട്ട് അങ്ങ് ജീവിക്കുകയും ചെയ്യും. അങ്ങനെ രാമായണ കഥ എത്ര കാലം നിലനിൽക്കുന്നുവോ അത്ര കാലം വാൽമീകി മഹർഷിയും ഇവിടെ നിലനിൽക്കും എന്നാണ് ആശീർവചനങ്ങൾ രാമായണ കഥയ്ക്കും അതുപോലെ വാൽമീകിക്കുമുള്ളതായിട്ട് ബ്രഹ്മാവ് കൊടുക്കുന്നത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ശ്ലോകയേവ സ്വയം ബദ്ധോ നാത്ര കാര്യ വിചാരണാമച്ഛന്ദദേവതേ ബ്രഹ്മൻ പ്രവൃത്തേയം സരസ്വതി രാമസ്യ ചരിതം കൃത്സ്നം കുരുത്വമൃഷി സത്തമ ധർമാത്മനോ ഭഗവതോ ലോകേ രാമസ്യ ധീമത വൃത്തം കഥയ ധീരസ്യ യഥാ തേ നാരദാശ്രുതം രഹസ്യം ച പ്രകാശം ച യദ്വൃത്തം തസ്യ ധീമത രാമസ്യ സഹസൗ മിത്രേ രാക്ഷസാനാം ച സർവശ വൈദേഹ്യാശ്ചൈവ യദ്വൃത്തം പ്രകാശം യദി വാരഃ തച്ചാപ്യവിദിതം സർവം വിദിതം തേ ഭവിഷ്യതി ന തേ വാഗനൃതാ കാവ്യേ കാചിദത്ര ഭവിഷ്യതി കുരു രാമകഥാം പുണ്യാം ശ്ലോകബദ്ധാം മനോരമാം യാവത് സ്ഥാസ്യന്തി ഗിരയഃ സരിതശ്ച മഹീതലേ താവദ് രാമായണ കഥാ ലോകേഷു പ്രചരിഷ്യതി യാവദ് രാമസ്യ ച കഥാ ത്വത്കൃതാ പ്രചരിഷ്യതി താവദൂർധ്വമധശ്ച ത്വം മല്ലോകേഷു നിവത്സ്യസി. ഇത്രയും പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് ബ്രഹ്മാവ് പോണതായിട്ടാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. സുന്ദരമായിട്ടുള്ള ഇന്നത്തെ ശ്ലോകങ്ങളെല്ലാം തന്നെ
ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.